ഹലോ ഫ്രണ്ട്സ്, നമുക്കൊരു മാങ്ങക്കറി ഉണ്ടാക്കിയാലോ. പകുതി മാങ്ങ നീളത്തിലരിഞ്ഞത്, 12 കുഞ്ഞുള്ളി, 1 ടീസ്പൂൺ ജീരകം, അരമുറി തേങ്ങ, 4 പച്ചമുളക്. ഇത്രയാണ് കേട്ടോ നമ്മുടെ മാങ്ങക്കറിയുടെ ഇൻഗ്രീഡിയൻസ്. ഒരു മൺചട്ടിയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ എടുത്ത് ഇടുക. മാങ്ങയുടെ ഒപ്പം തന്നെ മാങ്ങയുടെ കൂടെ തന്നെ ഒരു 4 കുഞ്ഞുള്ളിയും കൂടെ ഇടുക. ശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഉപ്പും ഇട്ട് വേകാൻ ആവശ്യമായ വെള്ളവും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 12 മിനിറ്റ് വേവിക്കുക. ആ സമയം കൊണ്ട് കറിക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് ചിലക്കി വെച്ചിരുന്ന തേങ്ങയും പച്ചമുളകും കുഞ്ഞുള്ളിയും ജീരകവും ഇട്ട് വെള്ളവും ഒഴിച്ച് നന്നായി ഇളക്കുക. വെള്ളം കൂടിപ്പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അരപ്പ് നല്ലപോലെ അരച്ചെടുക്കുക. ഈ ഒരു പരുവത്തിൽ അരഞ്ഞു കിട്ടണം. ഈ സമയം കൊണ്ട് നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന മാങ്ങ നല്ലപോലെ വെന്തിട്ടുണ്ട്. അത് ഒരു കുഴിയും തവി കൊണ്ട് ഉടച്ചെടുക്കുക. നല്ലപോലെ ഉടഞ്ഞ് കുഴമ്പ് രൂപത്തിലാവുന്നിടം വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. നല്ലപോലെ മിക്സ് ചെയ്താൽ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഏകദേശം ഇതുപോലെ ഇരിക്കണം. ഇനി നമുക്ക് അരപ്പൊഴിക്കാം. അരപ്പൊഴിച്ച ശേഷം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കറി തിളയ്ക്കാൻ പാടില്ല. സ്റ്റൗ സിമ്മിലാക്കുകയോ ഓഫ് ആക്കുകയോ ചെയ്യുന്നതാണ് നല്ലത്. ഒന്ന് ചൂടാവുന്നിടം വരെ ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഇളക്കിയ ശേഷം അടുപ്പിൽ നിന്നും വാങ്ങുക. ഇനി നമുക്ക് കടുക് താളിക്കലാണ്. ഒരു ചീനച്ചട്ടി എടുത്ത് ഗ്യാസിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവുന്ന പഴത്തിന് 1 ടേബിൾ സ്പൂൺ കടുകും ഇട്ട് അതിലേക്ക് കറിവേപ്പിലയും ഇട്ട് കറിവേപ്പില ഒന്ന് മൂപ്പിച്ച് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന കുഞ്ഞുള്ളി ഇടുക. അതിനോടൊപ്പം തന്നെ ഒരു വറ്റൽമുളകും മുറിച്ചിടുക. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എണ്ണയുടെ കളറൊക്കെ മാറി ഒരുപാടങ്ങ് മുരിയണ്ട, എന്നാലും ഉള്ളിയൊക്കെ ഒരു ബ്രൗൺ കളർ പോലെ ആവണം. അപ്പോൾ നമ്മുടെ മൂക്കിലേക്ക് നല്ലൊരു മണം അടിച്ച് വരും. ആ ഒരു സമയം വരെ നന്നായിട്ട് ഇളക്കുക. ഏകദേശം നമ്മുടെ ഇപ്പം കടുക് തളിക്കാനുള്ളതായിട്ടുണ്ട്. ഇനി അത് കറിയുടെ മണ്ടയിലേക്ക് ഇങ്ങനെ ഒഴിക്കുക. അപ്പോൾ നമ്മുടെ മാങ്ങക്കറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ഷെയർ, ലൈക്ക്, സബ്സ്ക്രൈബും ചെയ്യണേ.